നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന മുഴുവൻ വാർത്തകളും സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ഒരു വിലവർധനയുടെ വാർത്തയിലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. രാജ്യത്ത് പാചകവാതക വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടർ വില 50 രൂപ കൂട്ടി. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ ലീറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 50 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇന്ന് അർദ്ധരാത്രി മുതൽ പുതുക്കിയ വില നിലവിൽ വരും. ഇതോടെ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമുള്ള ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 550 രൂപ നൽകണം. മറ്റുപഭോക്താക്കൾക്ക് നിലവിലെ 803 രൂപയിൽ നിന്ന് 853 രൂപയായി വർദ്ധിക്കുമെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. In other words, from 500 it will go up to 550. And the other one will go up from 803 to 853. Now this is a step which we will review as we go along. As it is, we review these every 2 weeks or 3 weeks. And therefore the excise duty that you have seen increase is not to go on to the consumer on petrol and diesel. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചെങ്കിലും ചില്ലറ വിൽപ്പനയെ ബാധിക്കില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു നിൽക്കുന്നതിനാൽ വർദ്ധിപ്പിച്ച എക്സൈസ് തീരുവ പൊതുമേഖലാ കമ്പനികൾ വഹിക്കുമെന്നാണ് പെട്രോളിയം മന്ത്രാലയം നൽകുന്ന വിശദീകരണം. 24 ഡൽഹി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ അനുനയ നീക്കവുമായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. ഓണറേറിയം വർധനയിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് സമരക്കാർക്ക് വി ശിവൻകുട്ടി ഉറപ്പ് നൽകി. ചർച്ചയിൽ തൃപ്തരാണെന്ന് പറഞ്ഞ ആശാ വർക്കേഴ്സ് ഓണറേറിയം വർദ്ധിപ്പിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ആശാ വർക്കേഴ്സ് 3 തവണയാണ് ചർച്ച നടത്തിയത്. 3 ചർച്ചയും പരാജയപ്പെട്ടു. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ സമരക്കാർ തൃപ്തർ. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള സമിതിയുടെ കാലാവധി 1 മാസമായി ചുരുക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. എന്നാൽ ഓണറേറിയ വർധന പ്രഖ്യാപിക്കാതെ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് സമരക്കാർ. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ കാര്യം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പഠനസമിതിയുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളതും. ഞാൻ നടത്തിയ 3 മീറ്റിങ്ങിലും അതോടൊപ്പം സ്റ്റേറ്റ് മിഷൻ നടത്തിയ 2 മീറ്റിങ്ങിലും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള തൊഴിൽ വകുപ്പ് മന്ത്രിയെ അവർ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. നമ്മൾ ആ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണല്ലോ, അതുമായി മുന്നോട്ട് പോകും. ഒരു IAS ഓഫീസറായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. IAS ഓഫീസർ ചെയർ ചെയ്യുന്ന കമ്മിറ്റി ആയിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും തൊഴിൽ വകുപ്പും ഒക്കെ പ്രതിനിധികൾ അതിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു, ആരോഗ്യവകുപ്പിന് പുറമെ. സമരത്തിനെതിരെ നിലപാടെടുത്ത INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരനെ KPCC അധ്യക്ഷൻ K സുധാകരൻ താക്കീത് ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഇന്ന് 57-ാം ദിവസത്തിലും നിരാഹാര സമരം 19-ാം ദിവസത്തിലുമാണ്. 24 തിരുവനന്തപുരം. കൊട്ടാരക്കര കോട്ടുക്കൽ ദേവീക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിൽ ഗാനമേള ട്രൂപ്പിനെതിരെ കേസ്. നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഓർക്കസ്ട്രയിലെ ഗായകരെ 1-ാം പ്രതിയാക്കിയാണ് കടക്കൽ പോലീസ് കേസെടുത്തത്. ഉപദേശക സമിതിയും ഉത്സവാഘോഷ കമ്മിറ്റിയും കേസിൽ പ്രതികളാണ്. സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി. സുജിത്ത്, ഗാനമേള ട്രൂപ്പിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. മറ്റ് പ്രതികൾ ആരൊക്കെയാണ്? വിശദാംശങ്ങൾ. അനുജ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് മിസ്യൂസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കടക്കൽ പോലീസ് കൊട്ടാരക്കര കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ നാഗർകോവിൽ നൈറ്റ് ബേർഡ്സ് ഓർക്കസ്ട്രയിലെ ഗായകർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെയാണ് 1-ാം പ്രതിയാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളെയും ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളെയും പ്രതികളാക്കി കേസെടുത്തിട്ടുണ്ട്. ഈ കോട്ടുക്കൽ സ്വദേശിയായ പ്രവീൺ എന്നയാളുടെ കേസിലാണ് പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ക്ഷേത്രത്തിൽ കാവിക്കൊടികൾ കൊണ്ട് അലങ്കരിച്ചതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രോപദേശക സമിതിയിലെ തന്നെ വൈസ് പ്രസിഡന്റ് നൽകിയ മറ്റൊരു കേസ് കൂടി നിലവിലുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് ഈ ക്ഷേത്രോപദേശക സമിതിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ 5 മണിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അതിനുശേഷം ക്ഷേത്രോപദേശക സമിതിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. അതും അല്പസമയത്തിനകം തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് അറിയാൻ
അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ കടക്കൽ ദേവീക്ഷേത്രത്തിലെ സമാനമായ സാഹചര്യത്തിൽ നിന്ന് അതേ ആക്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിപ്ലവഗാനം പാടി അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ഗണഗീതാലാപനത്തെയും പോലീസ് കണ്ടിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഒരു വിമർശനം പോലും പോലീസിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് പരാതി ലഭിച്ച് ഇപ്പോൾ കടക്കൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2 കേസുകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കടക്കൽ പോലീസ് തന്നെയാണ്. അനുജ, കൊല്ലം കോട്ടുക്കൽ ദേവീക്ഷേത്രത്തിലെ ഗണഗീതാലാപനത്തിലാണ് പോലീസ് കേസെടുത്തത്. ഓർക്കസ്ട്രയിലെ ഗായകർക്കെതിരെ ഒപ്പം ഉപദേശക സമിതിയും ഉത്സവാഘോഷ കമ്മിറ്റിയും കേസിൽ പ്രതികളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സർക്കാരിന് ആശ്വാസം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിട്ടത്. എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി പാടില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. പൊതു താത്പര്യം മുൻനിർത്തിയാണ് കമ്മീഷനെ നിയമിച്ചതെന്നും ക്രമസമാധാന വിഷയമെന്ന നിലയിൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യമാണെന്നുമുള്ള സർക്കാർ വാദം അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ താത്കാലിക ഉത്തരവ്. അപ്പീലിൽ വേനലവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയെടുക്കുന്നതിൽ സർക്കാരിനെ കോടതി വിലക്കി. അനുമതിയില്ലാതെ നടപടി സ്വീകരിക്കരുതെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് സ്വാഗതം ചെയ്ത മുനമ്പം സമരസമിതി ശാശ്വത പരിഹാരത്തിനുള്ള സർക്കാർ നടപടിയിൽ കാലതാമസമുണ്ടാകരുതെന്ന് ആവശ്യപ്പെട്ടു. വളരെ സന്തോഷം. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, ഞങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് സർക്കാർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ സർക്കാർ വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളും ഇതിലൂടെ ഞങ്ങളുടെ റവന്യൂ അവകാശം സർക്കാർ പുനഃസ്ഥാപിച്ചു തരും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഫെബ്രുവരി 28-ന് കാലാവധി അവസാനിച്ച കമ്മീഷന്റെ പ്രവർത്തനം സർക്കാർ 3 മാസം കൂടി നീട്ടിയിരുന്നു. മുനമ്പം നിവാസികളിൽ നിന്ന് വിശദാംശങ്ങൾ സ്വീകരിച്ച് വിവരങ്ങൾ ക്രോഡീകരിക്കുന്നതിനിടയിലാണ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രവർത്തനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. 24 കൊച്ചി. പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് കോൺഗ്രസിന് പിന്നാലെ മുസ്ലിം ലീഗും DMKയും സുപ്രീംകോടതിയെ സമീപിച്ചു. നിയമം മൌലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മണിപ്പൂരിൽ വഖഫ് നിയമത്തെ പിന്തുണച്ച BJP നേതാവിന്റെ വീടിന് പ്രതിഷേധക്കാർ തീയിട്ടു. വഖഫ് നിയമം ഭരണഘടനാ ലംഘനവും മുസ്ലിം വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗിന്റെ ഹർജി. നിയമം മൗലികാവകാശങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ്. ഇത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള വിശ്വാസങ്ങൾക്ക് എതിരാണ്. അടിസ്ഥാനപരമായി ദേശീയ തലത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. വഖഫ് നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുള്ള ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന മുസ്ലിം ലീഗിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട മണിപ്പൂർ BJP ന്യൂനപക്ഷ വിഭാഗം പ്രസിഡന്റ് അസ്കർ അലിയുടെ വീടിന് ഒരു കൂട്ടം ആളുകൾ തീയിട്ടു. ഉത്തർപ്രദേശ് മുസാഫർ നഗറിൽ വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച 300 പേർക്ക് പോലീസ് നോട്ടീസ് നൽകി. 24 ഡൽഹി. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ചത് അമിത രക്തസ്രാവം കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൃത്യസമയത്ത് ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കേസിൽ ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇത്തരം സംഭവങ്ങൾ മനഃപൂർവ്വമായ നരഹത്യയാണെന്നും ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും. പ്രസവത്തിനായി അസ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായില്ല. പ്രസവശേഷം അമിത രക്തസ്രാവമുണ്ടായി. ഇതാണ് മരണകാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അസ്മയുടെ മരണം മനഃപൂർവ്വമായ നരഹത്യയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ, കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് വരികയായിരുന്നു. ഇയാൾ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. നിലവിൽ സിറാജുദ്ദീൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസ് മലപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട്. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് തിരിച്ചടിയുണ്ടായെന്നുള്ളത് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. വിചാരണ അവസാന ഘട്ടത്തിൽ എത്തിയെന്ന് വിലയിരുത്തിയാണ് ഹർജി തള്ളിയത്. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്, P. കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ്
CBI അന്വേഷണം വേണമെന്ന ദിലീപിന്റെ ഹർജി തള്ളിയത്. സുതാര്യവും പക്ഷപാതരഹിതവുമായ അന്വേഷണം നടക്കാൻ CBI അന്വേഷണം വേണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം. നിലവിൽ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ്. വിചാരണ വൈകിപ്പിക്കാനാണ് ഹർജിയെന്നാണ് കോടതിയുടെ നിരീക്ഷണം. കേസിന്റെ വിചാരണ ഏത് ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു. കേസിന്റെ അന്തിമവാദം കേട്ടതിനു ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. കേസ് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് പ്രതിക്ക് ആവശ്യപ്പെടാനാകില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. 2019 സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളിയതിനെ തുടർന്ന് ദിലീപ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. 24 കൊച്ചി. തിരികെ വാർത്താസന്ധ്യയിലേക്ക് ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ ചെട്ടികുളങ്ങരയിൽ അശ്വതി ഉത്സവത്തിനിടെ ഉണ്ടായ കത്തിക്കുത്തിൽ ഒരാൾക്ക് പരുക്ക്. മാവേലിക്കര സ്വദേശി സുനിലിനാണ് പരുക്കേറ്റത്. കത്തികൊണ്ട് കുത്താനായി പിടിച്ചു വെച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അനുജ, ഒരു ഉത്സവ പറമ്പിൽ മനുഷ്യനെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 1-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അവിടെ ചെട്ടികുളങ്ങര ഉത്സവത്തിനിടെ രാത്രി 9 മണിയോടുകൂടിയാണ് ചെണ്ടമേളം ഉത്സവത്തിൽ ഈ അമ്പലത്തിൽ നടന്നത് സംബന്ധിച്ച് ഇത് ചെണ്ടമേളം കയറി വന്നതിനെ സംബന്ധിച്ച് ചില തർക്കമുണ്ടായി. ഈ തർക്കത്തിനിടെയാണ് 8 പേർ ചേർത്താണ് ഒരാളെ അവിടേക്ക് കൊണ്ടുവന്നത്. ഒരു സ്ഥലത്ത് നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് ഈ അമ്പലത്തിലെ ആളുകളെല്ലാം കൂടി നിൽക്കുന്ന, പുരുഷാരം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് പിടിച്ചു വെച്ച ശേഷം ഇയാളെ കുത്തുകയായിരുന്നു. പക്ഷേ നിലവിൽ അയാളുടെ കുത്ത് കിട്ടിയിട്ടുള്ളത് തുടയുടെ ഭാഗത്താണ്. അതിമാരകമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പരിക്കേറ്റ ആളുടെ പേര് സുനിൽ എന്നാണ് ഈ പരിക്കേറ്റ ആളുടെ പേര്. 8 പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മാവേലിക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ വൈര്യം? ഇത് ചെണ്ടമേള സംബന്ധിച്ചുള്ള വിഷയം മാത്രമാണോ? നേരത്തെ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ? അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അല്ലെങ്കിൽ ഈ കേസും സംഭവം ഉണ്ടായത് 1-ാം തീയതിയാണ്. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ്. അനുജ, ആലപ്പുഴ ചെട്ടികുളങ്ങരയിൽ ഉത്സവത്തിനിടെയാണ് ഈ സംഭവം. ഈ മാസം 1-ാം തീയതിയാണ് കത്തിക്കുത്തുണ്ടായത്. മറ്റാളുകളൊക്കെ നോക്കി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആരും ഇടപെടാനോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കത്തികൊണ്ട് കുത്താനായി പിടിച്ചു വെച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരളയാത്ര തൃശൂരിൽ പര്യടനം തുടരുന്നു. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 കേരളയാത്ര ജനകീയ പങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. തൃശൂർ ജില്ലയിലെ 3-ാം ദിന പര്യടനം ചേലക്കരയിൽ നിന്ന് ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിലൂടെ തുടരുകയാണ്. ചേലോടെ ചേലക്കര പറയുന്നു, അരുത് അക്രമം, അരുത് ലഹരി. കേരളയാത്രയുടെ 3-ാം ദിനവും ആവേശത്തോടെ പൊതുജനം ലഹരിക്കെതിരെ കൈകോർത്തു. ചേലക്കരയിൽ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം. സന്തോഷം. ചേലക്കര നമ്മുടെ സ്വന്തം കരയല്ലേ? ചേലുള്ള കരയാണ്. നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സദാചാര പോലീസാവും. അങ്ങനെ ഒരു പേടിയുണ്ട്. പല കേസുകളും നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് തിരിച്ച് നമ്മുടെ പേർക്ക് വരുമോ എന്നുള്ളൊരു പേടി. നീ വലിയവനായെന്ന് പറയും, അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രതികരിക്കാൻ. അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നമ്മൾ ഈ 24 അഭിനന്ദനം അറിയിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. ചേലക്കര SMT സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും യാത്രയുടെ ഭാഗമായി. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ തിരുമകനേ. ഞങ്ങളെയും ഞങ്ങളുടെ സ്കൂളിനെ ഈ യാത്രയുടെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചു. അതിന് വളരെയധികം നന്ദി പറയുന്നു. താങ്ക് യു. ലഹരിക്കെതിരായ 24ന്റെ ഇടപെടലുകളെ അഭിനന്ദിച്ച് കെ രാധാകൃഷ്ണൻ MPയും UR പ്രദീപ് MLAയും എല്ലാ വിജയാശംസകളും. നമുക്ക് കേരളത്തിലെ മലയാളികളെല്ലാവരും ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്താൽ അതിനൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ പരമസത്യമാണ്. നമുക്ക് കോവിഡും പ്രളയം എല്ലാം മറികടന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് നിൽക്കും എന്ന കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്.
ചേലക്കരയിൽ ഞങ്ങളും തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്ത് വാർഡ് അടിസ്ഥാനത്തിൽ പോലെ വീട് എത്തണം തക്ക രീതിയിലുള്ള രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജും യാത്രയ്ക്ക് ഐക്യദാർഢ്യമർപ്പിച്ചു. ഈ നാട്ടിലൊരു അമ്മയും സ്വന്തം മകൻ MDMA കഴിച്ച് ജീവിതം തകർത്തു എന്ന പേരിൽ ദുഃഖിക്കാൻ പാടില്ല. അമ്മമാരുടെ കണ്ണീര് വീണാൽ ഈ മണ്ണ് ചുട്ടുപൊള്ളി പോകും. അതുകൊണ്ട് നമുക്ക് ഒന്നായി ഏപ്രിൽ 20 എന്ന് പറയുന്ന ഒരു ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് അടിച്ചു കയറുന്ന കടൽ തിരമാലകളെ സാക്ഷിയാക്കി വിളിച്ചു പറയണം, ഈ നാട്ടിൽ രാസലഹരിക്ക് പ്രസക്തിയില്ല. അരിമ്പൂരിലെ ജനകീയ സദസ്സോടെ SKN40 ഇനി പാലക്കാട് ജില്ലയിലേക്ക്. 24 തൃശൂർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കുള്ള മുസ്ലിം ലീഗിന്റെ ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ബുധനാഴ്ച നടക്കും. മേപ്പാടിയിൽ കണ്ടെത്തിയ ഭൂമിയിൽ 105 വീടുകളാണ് നിർമ്മിക്കുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുക. 10.5 ഏക്കർ ഭൂമിയിൽ 105 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങും. സർക്കാരിന്റെ ലിസ്റ്റുമായി സഹകരിച്ചാണ് വീട് നൽകുകയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. അത് കഴിഞ്ഞാലുടൻ അതിൻ്റെ പണി ആരംഭിക്കും. വയനാട് പുനരധിവാസത്തിൽ സർക്കാർ തീരുമാനം വൈകിയെന്നാരോപിച്ചാണ് സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുമെന്ന് ലീഗ് നേരത്തെ പ്രഖ്യാപിച്ചത്. 8 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി വീട് കൈമാറാനാണ് നീക്കം. 24 കോഴിക്കോട്. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഇനി ഒരു സ്പോർട്സ് വാർത്തയിലേക്കാണ്. IPL-ൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു ഗ്ലാമർ പോരാട്ടം. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിജയവഴിയിൽ തിരിച്ചെത്തുകയാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. RCBക്ക് 3 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ ജയിക്കാനായപ്പോൾ മുംബൈ 4-ൽ 3 മത്സരങ്ങളിലും തോറ്റു. ജസ്പ്രീത് ബുംറ മുംബൈക്കായി സീസണിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. പരുക്കു മൂലം കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന രോഹിത് ശർമ്മയും ഇന്ന് മുംബൈ ഇന്ത്യൻസ് നിരയിൽ തിരിച്ചെത്തും. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.